കൊട്ടാരക്കര നീലേശ്വരത്തിന് സമീപം മുക്കോണി മുക്കിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ ലോറിയുടെ ഫിറ്റ്നസ് റദ്ദാക്കി. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല. ടിപ്പറിന്റെ GPS കട്ട് ചെയ്ത നിലയിലായിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് RTO പറഞ്ഞു. അല്ല, ഇതിനു മുമ്പ് 1-2 തവണ ഞങ്ങളുടെ ഓഫീസേഴ്സ് ഈ വണ്ടിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്ത ഒരു വണ്ടി, അങ്ങനെയുള്ള ഒരു വണ്ടിയായത്. അങ്ങനെ ഒരു ഹിസ്റ്ററി 2-3 തവണ ഞങ്ങളുടെ ഓഫീസേഴ്സ് തന്നെ ഈ വണ്ടിക്ക് CF-ഉം ടാക്സും ഇല്ലാത്തതിന് നടപടി എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്പർ 2, സ്പീഡ് ഗവർണർ ഇപ്പോൾ VLTD കാണിക്കുന്നില്ല. VLTD മീൻസ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് കൈ വെച്ചോ. പിന്നുള്ളത് ഡ്രൈവറുടെ ലൈസൻസിൻ്റെ കാര്യമാണ്. ഡ്രൈവർ ലൈസൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഹെവി ലൈസൻസ് ഇല്ലാത്ത ആളാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത്. ഈ വണ്ടി ഓടിക്കുന്നതിന് ഹെവി ലൈസൻസ് ആവശ്യമാണ്. മീഡിയം ഗുഡ്സ് അല്ലേ? മീഡിയം ഗുഡ്സ് GPS കട്ട് ചെയ്തിരിക്കുക. GPS ഒന്നുകിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നത് സിസ്റ്റം ത്രൂ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനർത്ഥം ഒന്നുകിൽ അവർ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ വണ്ടിക്ക് GPS ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്തു. 2009 മോഡൽ 17 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ സ്വാഭാവികമായിട്ടും വളരെ മോശമായിരിക്കും. പിന്നെ GPS ഇല്ല, സ്പീഡ് ഗവർണർ ഇല്ല, ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലെന്നാണ് ഏറ്റവും വലിയ ദാരുണമായ സംഭവം. അദ്ദേഹം ഒരു ഹെവി ലൈസൻസ് ഹോൾഡർ അല്ല. ഹെവി ലൈസൻസ് ഹോൾഡർ അല്ലാത്ത ഒരാൾ ഒരു കാരണവശാലും ഈ വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. നമ്പർ 2, അദ്ദേഹം ഇപ്പോൾ ഗൾഫിലായിരുന്നു. കഴിഞ്ഞ 1 മാസം മുമ്പ് അദ്ദേഹം നാട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഇന്ന് വണ്ടി ഓടിക്കുക. അദ്ദേഹത്തിൻ്റെ വീഴ്ച അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാർ ഓടിക്കുന്ന പോലെ അല്ല. ഒരു ഹെവി ലൈസൻസ് ഓടിക്കുന്ന ഒരു എക്സ്പെർട്ടൈസേഷൻ അദ്ദേഹത്തിൽ ഇല്ലെന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ടിപ്പർ ലോറി ആദ്യം ബൈക്കിലിടിച്ചു, പിന്നാലെ ആളുകളുടെ മുകളിലേക്ക് മറിഞ്ഞു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നല്ല വേഗത്തിലായിരുന്നു വന്നത്. ടിപ്പർ ഇങ്ങനെ വന്ന് വളച്ചെടുത്തുകൊണ്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ബാലൻസ് തെറ്റി അത് മറിയുമായിരുന്നു ആ വണ്ടി. 10-12 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അവരെയും ഇടിച്ചെത്തി. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ അവരെയും കൂടെ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാനും ആ പിള്ളേരും കൂടെ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വന്ന് ആ ടിപ്പർ വന്നങ്ങ് ഇടിച്ച് ആ മണ്ണെല്ലാം കൂടെ അവരുടെ ദേഹത്തായിപ്പോയി. 7:10 വണ്ടിയുണ്ട്, അതിനകത്ത് പോകുന്ന പിള്ളേരായിരുന്നു ഇവിടെ. എന്നാൽ ആ വണ്ടി വരുന്നതിന് 2 മിനിറ്റ് മുന്നായിരുന്നു ഈ ആക്സിഡൻറ്റ് നടക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്തയാൾ ഓടിച്ചു. ടിപ്പർ പഴക്കം ചെന്നതാണ്, അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻ സ്വാഭാവികമായും മോശമായിരിക്കും. GPS കട്ട് ചെയ്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും നിയമവിരുദ്ധമായിട്ടും അനധികൃതമായിട്ടും ഓടിച്ച ഒരു വണ്ടി എന്നാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരായിരുന്നു ഇയാൾ, എന്തായിരുന്നു ഉദ്ദേശം, ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? നീലേശ്വരത്ത് 3 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഈ ദാരുണമായിട്ടുള്ള അപകടം, അത് ഉണ്ടാകാനിടയായിട്ടുള്ള പല കാര്യങ്ങളും അന്വേഷിച്ചു വരികയായിരുന്നു. ഇവിടെ സംഭവ സ്ഥലത്തേക്ക് എത്തിയ മന്ത്രി ബിന്ദു കൃഷ്ണ, അതേപോലെ PC കൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത് നിയമവിരുദ്ധമായിട്ടാണോ പ്രവർത്തിച്ചെന്നുള്ള കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഗതാഗത വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണഗതിയിൽ ഈ മണ്ണുമായി പോകുന്ന ലോഡുമായി പോകുന്ന ടിപ്പറുകൾ പ്രവർത്തിക്കാൻ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അടക്കമുള്ള ഒരു കാര്യവും പാലിച്ചില്ല എന്നുള്ള വിവരം നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം GPS സിസ്റ്റം ഉണ്ടായിരുന്നില്ല ലോറിക്ക്. മാത്രമല്ല 17 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം, പ്രത്യേകിച്ച് ടയർ അടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഈ കാർ ഓടിക്കുന്ന പോലല്ല ലോഡ് കയറ്റിയ വാഹനം ഓടിക്കുന്നത്. കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അടക്കമുള്ള കാര്യം ആവശ്യമാണ്. ഏതായാലും ആ രീതിയിൽ അയാൾക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഇയാൾ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു നിസാമ. അയാൾ തിരികെ എത്തിയ ശേഷം ആദ്യമായി ഈ വാഹനം ഓടിച്ചുണ്ടാക്കിയ അപകടം എന്നുള്ളത് ഈ അപകടത്തിന്റെ ഗുരുതര സ്വഭാവം കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം അത് നടത്തുന്നുണ്ട്. അമിത വേഗത അടക്കമുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷികൾ ഇതിനോടകം തന്നെ മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.